വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. ഉച്ചയ്ക്ക് 1 മണി വരെ 40.23% വോട്ടിംഗ് രേഖപ്പെടുത്തി. എറണാകുളത്തും കോട്ടയത്തും 43% പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള 11,168 വാർഡുകളിലാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, B ശിവൻകുട്ടി, റോഷി അഗസ്റ്റിൻ, BD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ UDF-ഉം BJP-യും ചർച്ചയാക്കുന്നത്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. VV അരുണും ഡാനി പോളും G ശ്രീത്തും വിവിധ മേഖലകളും ചേരുന്നു. ആദ്യം അരുണിലേക്ക് ഒന്ന് പോകണം. അരുണ്, ഇന്നിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അല്ലേ രാവിലെ മുതൽ ചർച്ചയ്ക്ക് വന്നു. അതിൽ പ്രധാനം ഒന്ന് ശബരിമലയായിരുന്നു, മറ്റൊന്ന് അടൂർ പ്രകാശ് ദിലീപിനെ പിന്തുണച്ച് കൊണ്ടുവന്ന വിഷയങ്ങൾ, വാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള, അങ്ങനെ അനവധി കാര്യങ്ങൾ കടന്നു വരുന്നു. തിരഞ്ഞെടുപ്പ് ദിവസവും വിവാദങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒന്നും ഒരു പഞ്ഞവുമില്ലാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതൊക്കെ പോളിംഗ് എങ്ങനെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഒരു ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് പ്രകാരം 40.63, അതായത് 41%-ഓടടുത്ത് പോളിംഗ് ആണ് സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ആകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പറയുന്നത്. ഇതിൽ തന്നെ ഏതായാലും ഈ 40% എന്ന് പറയും ഔദ്യോഗിക കണക്ക് പറയുമ്പോൾ അത് ഏറെക്കുറെ ഒരു 45 അടുത്തേക്ക് എത്തിക്കാണണം. അതായത് 50%-നടുത്ത പോളിംഗിലേക്ക് ഉച്ച 2 മണിക്ക് മുമ്പ് തന്നെ കാര്യങ്ങൾ എത്തിയേക്കാം എന്ന സൂചനയായി വേണം ഇതിനെ കാണാൻ. രജിത് ചോദിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുന്നു. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയവും അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയതും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അടൂർ പ്രകാശ് UDF കൺവീനറുടെ ഒരു പ്രസ്താവനയാണ്. ദിലീപിന് നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി എന്ന ഒരു പ്രസ്താവന വലിയ രീതിയിൽ അത് വിമർശിക്കപ്പെട്ടു. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആ വിഷയത്തിൽ ഇടപെട്ടു. കോൺഗ്രസ് നേതൃത്വം അതിന്റെ അപകടം തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പ്രസ്താവന വന്ന മിനിറ്റുകൾക്കുള്ളിൽ അടൂർ പ്രകാശിന്റെ ഭാഗത്തുണ്ട് വലിയ മോശം പരാമർശം എന്ന വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിലുണ്ടായി. KPC ആസ്ഥാനത്തെ KPC അധ്യക്ഷനും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി AICC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ എത്തിച്ചേർന്നു. അടൂർ പ്രകാശിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹം പിന്നീട് നിലപാട് മയപ്പെടുത്തിയ രീതിയിൽ പൂർണ്ണമായും മാറ്റിയെന്ന് പറയാൻ കഴിയില്ല. കോടതി വിധി അംഗീകരിക്കേണ്ട ചോദിച്ചുകൊണ്ടാണ് താൻ ഇരയ്ക്കൊപ്പമാണ് എന്നുകൂടി പറഞ്ഞു വച്ചത്. പക്ഷേ അടൂർ പ്രകാശിന്റെ പ്രസ്താവന വലിയ ചർച്ച ചെയ്യപ്പെട്ടു. M വാസനൊക്കെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. കോൺഗ്രസ് നിലപാടല്ല അത് എന്ന തരത്തിലേക്ക് നിലപാടെടുത്തു. അത് ഒരു ചർച്ചാ വിഷയം തന്നെയായി മാറിക്കഴിഞ്ഞു. ഇതിനകം തന്നെ കോൺഗ്രസ് ഇപ്പോൾ തിരുത്താൻ ശ്രമിച്ചാലും ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ ഇമ്പാക്ട് ഉണ്ടാക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇതുവരെയും CPM-ന് എതിരായി മാറുമെന്ന ആശങ്ക CPM കേന്ദ്രങ്ങളും കടുത്ത രീതിയിൽ തന്നെയുണ്ട്. കാരണം കോൺഗ്രസും BJP-യും ഒക്കെ ഇപ്പോഴും അത് ഉന്നയിക്കുകയാണ്. സുരേഷ് ഗോപി പോലും ഇന്ന് പറഞ്ഞത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, വികസനമാണ് വരേണ്ടതെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ജനങ്ങൾ പ്രതികാരം ചെയ്യും, വിശ്വാസ വിഷയത്തിൽ ജനങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് സുരേഷ് ഗോപി പോലുള്ള നേതാക്കൾ തന്നെ പറയുന്നു. വികസനം തന്നെയാണ് ഇടതുപക്ഷവും BJP-യും ഒക്കെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോഴും ഇത്തരം വിവാദ വിഷയങ്ങൾ കൂടി ചർച്ചയിൽ വരുന്നുണ്ട്. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എവിടെയെന്ന ചോദ്യം ഇന്നും CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളും സജീവമായ തെരഞ്ഞെടുപ്പിലുണ്ട്. ഏതായാലും നല്ലൊരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം കരുതാൻ. ഈ ഉച്ചവരെയുള്ള 42% ഇപ്പോൾ ആകുന്നു. അത് 45-ഓ 50-ഓ ഒക്കെയായി വരും മണിക്കൂറുകൾക്ക് 2 മണിക്ക് മുമ്പ് തന്നെ 50-നോട് അടുത്താകും. അങ്ങനെ തീരെ മോശമല്ലാത്തൊരു പോളിംഗ് 7 ജില്ലകളിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. ജനങ്ങൾ രാവിലെയൊക്കെ വലിയ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയെങ്കിൽ ഇപ്പോൾ അത്രയ്ക്കൊരു ഉച്ചസമയമായതുകൊണ്ട് കടുത്ത ചൂടുണ്ട്, കടുത്ത വെയിലുണ്ട്. അതുകൊണ്ടാകാം സാധാരണ ഈ രാത്രി വൈകുന്നേരത്തോടു കൂടിയാകും അല്ലെ ഈ ഉറച്ച വോട്ടുകളെന്ന് കരുതുന്നവർ, ചിലരൊക്കെ വീട്ടിൽ മടിച്ചിരിക്കുന്നവർ, അവരെയൊക്കെ സ്വന്തം ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി സ്ഥാനാർത്ഥികളും പാർട്ടികളും ഒക്കെ ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ഉച്ച കഴിഞ്ഞേക്കും. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചുകൂടി പോളിംഗ് ശതമാനം വർദ്ധിക്കുക. നേരത്തെ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ 75-ന് മുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു നല്ല പോളിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് എത്താനുള്ള സാധ്യതകൾ അത്ര വിദൂരമല്ല, അത്ര വിരളവുമല്ല. തീർച്ചയായിട്ടും പൂർണ്ണമായും അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. ആ രീതിയിലേക്ക് വോട്ടിംഗ് വന്നാലും അത്ഭുതപ്പെടാനുമില്ല. ഉച്ചയ്ക്ക് ശേഷം സ്വാഭാവികം നല്ല പോളിംഗ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഈ വരാത്ത ആളുകളെയൊക്കെ കൃത്യമായി ഓരോ
ആളുകളെ തിരഞ്ഞ് പോളിംഗ് ഏജന്റുമാർ പാർട്ടി പ്രവർത്തകരൊക്കെ ആ രീതിയിൽ ആളുകളെ ബൂത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലാ തലത്തിലുള്ള കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്താണ് ഏറ്റവും കുറവ് ഈ ഘട്ടത്തിൽ 32.8% മാത്രമാണ് തിരുവനന്തപുരത്ത് പോളിംഗ്. കൊല്ലത്ത് അത് 41.9 പത്തനംതിട്ടയിൽ 40.49 ഉണ്ട്, ആലപ്പുഴയിൽ 43.42 ഉണ്ട്, കോട്ടയത്ത് 41.46 ഉണ്ട്, ഇടുക്കിയിൽ 39.86 ഉണ്ട്, എറണാകുളത്ത് 43.5% പോളിംഗ് ഉണ്ട്. ഇതിലാണ് ജില്ലാ തിരിച്ചുള്ള കണക്കുകൾ. വീണ്ടും 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടിയൊക്കെ മാറുന്നത്. ഏതായാലും 40 എന്നൊരു ആവറേജിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇത് ഒരു പക്ഷേ പറഞ്ഞ പോലെ എന്തായാലും 70 അടുത്തെങ്കിലും വരാൻ തന്നെയാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം ആളുകൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ആളുകളെ ബൂത്തുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. കാര്യമായ ക്രമസമാധാന പ്രശ്നമൊന്നും ഒരിടത്ത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ പൊതുവിൽ ഇല്ല. അതുകൊണ്ട് ആളുകൾ ബൂത്തുകളിലേക്ക് വരും. നല്ല വെയിലുണ്ട്. ഈ ഡിസംബർ മാസം ആണെങ്കിൽ പോലും കടുത്ത വെയിലാണ് പലയിടത്തും. അതുകൊണ്ടാകാം ഈ ഉച്ചസമയത്തൊക്കെ ആളുകൾ മാറി നിൽക്കുന്നത്. ഒരു മാസത്തോളം നീണ്ട പ്രചരണമായിരുന്നു. എല്ലാ ആളുകളെയും നേരിൽ കണ്ട് പരമാവധി സ്ഥലത്തുള്ള എല്ലാ ആളുകളെയും വോട്ട് ചെയ്യാൻ എത്തിക്കാനുള്ള വലിയൊരു ശ്രമം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും ഒക്കെ ആ രീതി ഇടപെട്ടു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം തീരെ കുറയാൻ ഇടയില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിംഗ് ശതമാനം കുറയാനിടയില്ല. ഇപ്പോൾ തന്നെ 45% കാര്യങ്ങൾ എത്തിയ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആശ്വാസകരമാണ്. കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഈ ഘട്ടത്തിൽ. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ വീട്ടിലൊക്കെ മടിച്ചിരിക്കുന്ന ആളുകളിൽ പലരെയും ബൂത്തുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടികൾ ആരംഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഉച്ചയ്ക്ക് ശേഷം എന്നുകൂടി ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും പോളിംഗ് ശതമാനത്തിൽ ഒരു വർധനവുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകണം. അവിടെ ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, കോട്ടയത്ത് രാവിലെയൊക്കെ അത്യാവശ്യം ബൂത്തുകളിലൊക്കെ വലിയ നീണ്ട നിരയൊക്കെ കണ്ടിരുന്നു. ഈ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് കുറയും. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി ഒരു വ്യത്യാസം. കഴിഞ്ഞ തവണ ഒരു കോവിഡ് സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ബൂത്തുകളിലേക്ക് എത്താൻ കുറച്ചൊക്കെ മടിച്ചൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാണ്, കാലാവസ്ഥ അനുകൂലമാണ്, മഴയുടെ പ്രശ്നമില്ല. കൂടുതലായി ആളുകൾ എത്തുന്നുണ്ടോ? ഇപ്പോഴും തിരക്കുണ്ടോ ബൂത്തുകളിൽ? രഞ്ജിത്ത്, ഇതുവരെ ഏതാണ്ട് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരമനുസരിച്ച് 43.1% വോട്ടുകളാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ലക്ഷത്തിൽ പരം വോട്ടുകൾ, 7,05,826 വോട്ടുകളാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 73% ജില്ലയിലെ പോളിംഗ്. കോവിഡ് സാഹചര്യം എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിനു മുൻപ് ഏതാണ്ട് 78% വന്നിരുന്നതാണ്. രാവിലെ തുടക്ക സമയത്ത് കനത്ത പോളിംഗ് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഒരു പരിധിവരെ നമുക്ക് പലയിടത്തും കാണാൻ സാധിച്ചു. പക്ഷേ കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകത, പലരും വിദേശങ്ങളിലൊക്കെ കൂടുതലായി പഠിക്കാൻ പോവുകയും അല്ലെങ്കിൽ ജോലിക്ക് പോവുകയും കുടിയേറുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതെല്ലാം കൂടി പരിഗണിക്കുന്ന സമയത്ത് ഒരു 78 അല്ലെങ്കിൽ 80% ഒക്കെ പോളിംഗ് എത്തുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ബാക്കിയാണ്. രഞ്ജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച അനുകൂല സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. കാലാവസ്ഥ ഉൾപ്പെടെയെല്ലാം അനുകൂലമാണ്. പക്ഷേ പോളിംഗ് അത്രത്തോളം എത്തുമോ എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരത്തിൽ തന്നെയാണ്. 21ാം വാർഡിലാണ് ഉള്ളത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പോളിംഗ് ബൂത്ത് ഏതാണ്ട് കാലിയാണ് എന്ന നിലയിൽ തന്നെ പറയേണ്ടി വരും. 1-2 പേരൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ ഉള്ളത്. ഇത്രത്തോളം തിരക്കുകൾ മാത്രമാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നത്. ഗവൺമെൻറ് മോഡൽ HSSലെ പോളിംഗ് ബൂത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. സാധാരണ പലയിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഉച്ച സമയത്ത് ഈ ഒരു തിരക്ക് തന്നെയാണ് പലയിടത്തും അനുഭവപ്പെടാറുള്ളത്. എന്തായാലും ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഇതിനപ്പുറത്തേക്കുള്ള ഒരു തിരക്കുണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇവിടെ കോടിമത നോർത്ത് 21ാം ബൂത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെ നിലവിലിപ്പോൾ ആരും വോട്ട് ചെയ്യാനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ വാശിയമേറിയ വലിയ പോര് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ എന്താകും ഇനിയുള്ള മണിക്കൂറുകളിലെ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ സാധാരണ പ്രവർത്തകർ സ്ഥാനാർത്ഥികളൊക്കെ ആകുന്ന
തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിൽ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെ എന്താകും എന്നുള്ളതാണ് ഇനി തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി തീർച്ചയായും ഏതാണ്ട് ഒരു 6 മണി വരെ എന്ന് പറയുമ്പോൾ പലരും ജോലി എന്നുള്ളത് ഇന്ന് പൊതു അവധി പോലെ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആളുകൾ ചില സ്വകാര്യ സ്ഥാപനങ്ങളിലെങ്കിലുമൊക്കെ ജോലിക്ക് പോയവരൊക്കെ എത്തേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അത്യാവശ്യം ഭേദപ്പെട്ടൊരു പോളിംഗ് ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഇപ്പോൾ 1:15 അടുക്കുമ്പോഴും അതൊരു ഏതാണ്ട് 50% താഴെയാണ്. 43% മാത്രമാണ് 12 മണി വരെയുള്ള കണക്ക് ആണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷേ 50 കടക്കാനുള്ള സാധ്യത ആയിരിക്കാം ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ളത് എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. രഞ്ജിത്ത്, ശ്രീത്താണ് കോട്ടയത്തെ ഏറെ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. VN വാസവനടക്കമുള്ളവർ വോട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ് കോട്ടയം. ഒപ്പം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കും ഇവിടെ തന്നെയാണ് വോട്ട് ഉള്ളത്.